ബ്രദർ 1 മിനിറ്റ്. താങ്ക്സ് കേട്ടോ. ആക്ച്വലി ഈ ബ്ലഡ് ഗ്രൂപ്പ് കിട്ടാൻ വേണ്ടി ഞങ്ങൾ കുറേ പേരെ വിളിച്ചു. റെയർ ബ്ലഡ് ഗ്രൂപ്പ് ആയതുകൊണ്ട് കിട്ടാൻ ഭയങ്കര പാടാണ്. നിങ്ങളെ കിട്ടിയത് നന്നായി. ഇത് വെച്ചോ. എന്താ ചിരിക്കണേ? ഒരേ പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടോ? നമ്മൾ ആദ്യമായിട്ടല്ല കാണുന്നത്. എടോ, തൻ്റെ കാര്യം ബാങ്കിൽ നിന്ന് ഇപ്പോൾ വിളിച്ച് പറഞ്ഞേ ഉള്ളൂ. അക്കൗണ്ട് ചെക്ക് ചെയ്യാനൊക്കെ കുറച്ച് സമയം എടുക്കും. സാറേ, ഞാൻ എമർജൻസി ആയിട്ട് അയച്ചൊരു ഫണ്ടാണ്. ഒരു നമ്പർ മാറിപ്പോയി. എൻ്റെ സൈഡിൽ നിന്ന് വന്ന മിസ്റ്റേക്കാണ്. സാർ ഒന്ന് നോക്ക് സാറേ, എങ്ങനെയും. താൻ ഈ പറഞ്ഞ കാര്യം തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. എടോ, ഞാൻ ബിസിനസ്സും കാര്യങ്ങളായിട്ട് നല്ല തിരക്കിലാണ്. ഒരുപാട് ട്രാൻസാക്ഷൻസ് അക്കൗണ്ടിൽ വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ തൻ്റെ ഈ ട്രാൻസാക്ഷൻ തപ്പിയെടുക്കാനൊക്കെ ഭയങ്കര പാടാണ്. വെയിറ്റ് ചെയ്തേ പറ്റൂ. സാറേ, എൻ്റെ അനിയത്തിയുടെ ഫീസ് അടക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് നാളെ. അത് അടച്ചില്ലെങ്കിൽ അവളെ എക്സാം എഴുതിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറയണേ. പ്ലീസ് സാറേ, ഒന്ന് നോക്കുക. ഞാൻ അക്കൗണ്ടന്റിനോട് പറയാം. താൻ വെയിറ്റ് ചെയ്യും. താങ്ക് യു സാർ, താങ്ക് യു. തൻ്റെ പേരെന്താ? മഹേഷ്. മഹേഷ്, ഈ വന്ന ഫണ്ടിന് എന്തെങ്കിലും സോഴ്സൊക്കെ ഉണ്ടോ? അവസാനം ഈ കേസിന് ഞാനകത്തായിരുന്നു. സാറേ, ഇത് വേറെ ഫണ്ടൊന്നുമല്ല. എനിക്ക് സാലറി കിട്ടിയ പൈസ, അല്ലാതെ വേറെ ഒന്നുമില്ല. അല്ല, ഏതൊക്കെ ജാതി ആൾക്കാരാ. താനൊക്കെ ഈ ഫണ്ട് എന്തിനാ ഉപയോഗിക്കണമെന്ന് എനിക്കറിയാം. സാറൊന്നും നോക്കാൻ പറ, ഞാൻ വെയിറ്റ് ചെയ്യും. വെയിറ്റ് ചെയ്തോ. ഇവിടെ വേണ്ട, പുറത്ത് സെക്യൂരിറ്റിയുടെ ഗേറ്റ് ഉണ്ട്, അവിടെ പോയി വെയിറ്റ് ചെയ്തു. എന്തെങ്കിലും ആകുമ്പോൾ ഞാൻ വിളിക്കാം. ശരി സാർ. സാറേ, സാറിന് വെയിറ്റ് ചെയ്യണ്ട. അയാളിനെ വിളിക്കുന്നു വന്നതാ. സാറ് പോകാൻ നോക്ക്. ഇപ്പോൾ ഓർമ്മ കിട്ടിയോ? ഞാൻ അന്നത്തെ ബിസിനസ്സിന്റെ തിരക്കിലങ്ങ് മറന്നുപോയി. കുഴപ്പമില്ല, ഞാൻ അക്കൗണ്ടന്റിനെ വിളിച്ച് പറയാം. അന്നത്തെ ഫണ്ട് ഇൻട്രസ്റ്റ് ഉൾപ്പെടെ തിരിച്ചയക്കാൻ പറയാം. എനിക്കിപ്പോൾ ധൃതിയൊന്നുമില്ല. പൈസക്ക് അത്യാവശ്യമില്ല. ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ടിരിക്കുമല്ലേ. സാറിനായിരിക്കും പൈസയ്ക്ക് കൂടുതൽ ആവശ്യം. ഈ പൈസയും ബ്ലഡൊക്കെ സമയത്ത് കിട്ടിയില്ലേ, അതുകൊണ്ട് വലിയ കാര്യമൊന്നും. ശരി.